അപ്പോൾ ഇന്ന് ഡേ 3 ആണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. മാവൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി മാവ് ഒഴിച്ച് വയ്ക്കുകയാണ്. 2 തട്ടിലാണ്, ഒന്ന് ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസ് അടുപ്പിലും സാധാ ഇഡ്ഡലി തട്ടിൽ. അപ്പോൾ മാവെല്ലാത്തിലും ഒഴിച്ച് നമുക്കത് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ തന്നെ നമ്മൾ മറ്റേ അടുപ്പിൽ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്ത് പൊടി ഇട്ടു. കൂടെ നമ്മൾ ഇഡ്ഡലിക്ക് ചട്നിയാണ്. അപ്പോൾ എണ്ണ ചൂടായി, കടുക് പൊട്ടിച്ചു, കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്തു. അപ്പോൾ ഏട്ടന് പോകാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് ചട്നി ചായയും പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിക്കാനായിട്ട് ഏട്ടന് പാത്രത്തിലാക്കിയതാണ്. അപ്പോൾ ഫോണ് ചോദിച്ചതാണ്, അപ്പോൾ കൊടുത്തു. ഏട്ടന് പോയി പണിക്ക് പോവുകയാണ്. ഇനി നമുക്കുള്ള പണികളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. രാവിലെ തന്നെ നമ്മൾ അരി വയ്ക്കാനായിട്ട് വെള്ളം കോരുകയാണ്. കലത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. കൂടെ കുടത്തിലും നമുക്ക് അടുക്കളേൻ്റെ ആവശ്യത്തിനായിട്ട് കുടത്തിലും വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അതിനായിട്ട് തീ ആദ്യം കൂട്ടണം. അപ്പോൾ നല്ലപോലെ തീ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ കൂട്ടി ഇനി അത് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് വിറക് അടുപ്പത്ത് ആ തീക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കലടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ മഴ നല്ലോണം പെയ്തിരുന്നു, അതാണ് അങ്ങനെ നനഞ്ഞെടുക്കണേ. മുറ്റടിക്കുകയാണ്. നനഞ്ഞിട്ട് ഇല കിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളത് കോരി അടിച്ച് ഒതുക്കി വെച്ചു. അപ്പോൾ ഇന്നും ഇന്നലത്തെ പോലെ മാങ്ങ കുറേ കിട്ടിയിട്ടോ, ചാടിയത്. കുട്ടികളത് പെറുക്കി കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് ചക്ക ഇട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ കറി തന്നെ നമുക്ക് ചക്കയാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് ഇത്തിരി കുറവാണ്, ചെറിയ ചക്കയാണ്. ആദ്യമൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു, ഇപ്പോൾ വലിപ്പം കുറവാണ്. അപ്പോൾ എന്നാലും ഉള്ള ചോള കുറച്ച് കട്ടി കഴമ്പൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ അത് വെട്ടിയിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് ഓരോ കുത്തെടുത്ത് ചോള എടുക്കുക. അതിൻ്റെ മടൽ എടുക്കുന്നില്ല, കാരണം നല്ല മൂക്കാത്തതുകൊണ്ട് ചോള മാത്രം നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചോളയൊക്കെ പെറുക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം പറിച്ച് കഴിഞ്ഞ് കറിക്കുള്ളത് അരിഞ്ഞു. നമ്മൾ കൂടെ തന്നെ കുട്ടികൾക്കായിട്ട് കുറച്ച് വറുത്തെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചു. ബാക്കിയുള്ള കുരു വേസ്റ്റുകളെല്ലാം വേറൊരു തട്ടിലും വെച്ചു. അപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ളത് നോക്കാം. അപ്പോൾ അതിന് കഴുകിയെടുത്ത് കുക്കറിലാക്കിയിട്ടുണ്ട്. അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഒരു 1/4 പാത്രം കിട്ടിയിരുന്നു നമുക്ക് ചോള അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, 2-3 പച്ചമുളക് കീറിയിട്ടത്, പിന്നെ നമ്മൾ ഉപ്പും ചേർത്ത് ഇത്തിരി കറിവേപ്പില ഇട്ട് നമ്മൾ മൂടി വെച്ച് അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് അടുപ്പത്ത് വയ്ക്കാം. ഇനി അത് വേകുമ്പോൾ നമുക്ക് അതിന് അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ വറക്കാനായി മാറ്റി വെച്ചതിൽ ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് അരപ്പ് ചേർത്താൽ മതി. തേങ്ങയും ജീരകവും ഇത്തിരി കുരുമുളകും ചേർത്തരച്ചതാണ്. അപ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറി നല്ലോണം വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട് നല്ലപോലെ കേട്ടോ. അപ്പോൾ നല്ല വേവ് കുറഞ്ഞ ചക്കയാണ്. അപ്പോൾ അരപ്പൊക്കെ ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വറവിടാം. അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ചു. ഇത്തിരി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു.
പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇടുകയാണ്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യും. ഇനി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ നമ്മൾ വറുക്കാനായി മാറ്റി വെച്ച ചക്ക നല്ല നീളത്തിലരിഞ്ഞ് കനം കുറഞ്ഞ നീളത്തിലരിഞ്ഞതാണ്. അത് നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചു. വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ 2 ട്രിപ്പായിട്ടാണ് അത് മുരിയിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മുരിഞ്ഞിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.